റോജി അഗസ്റ്റിനെ വെല്ലുവിളിച്ച ഏഷ്യാനെറ്റ് മാപ്രയെ കാണാനില്ലല്ലോ. വെല്ലുവിളി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ മുന്നിൽ വിവരക്കേട് പറഞ്ഞതിന് ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആണുങ്ങളെ പോലെ രാജിവെക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ പരസ്യമായിട്ട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വാറണ്ടിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് നിങ്ങൾ വ്യാജ വാർത്ത കൊടുത്തു എന്ന് റോജി അഗസ്റ്റിൻ ഏഷ്യാനെറ്റിന്റെ മാപ്രയോട് പറഞ്ഞു. അത് തെളിയിക്കാൻ പറ്റൂ എന്ന് തിരിച്ചു ചോദിച്ചു. തെളിയിക്കാമെന്ന് വെല്ലുവിളിച്ചു. ഇല്ലെങ്കിൽ പണി നിർത്തുമോ എന്ന് ചോദിച്ചു. പണി നിർത്തുമെന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ആ രംഗം നാട് കാണണം. എന്നിട്ട് പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ സമൂഹം കേൾക്കെ ക്യാമറകൾക്ക് മുന്നിൽ രാജിവെക്കുമെന്ന് പറഞ്ഞ ആൾ രാജിവെക്കണ്ടേ? ദേ കേട്ടെ. നിയമത്തിന്റെ അപ്പുറത്ത് നിൽക്കണ്ടല്ലോ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞ വാറണ്ട് ഉണ്ടായിരുന്നു, എന്ത് ജാമ്യമില്ല വാറണ്ട്? ഏതെങ്കിലും കോടതി ജാമ്യമില്ല വാറണ്ട് ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്തിനാ കള്ളത്തരം പറഞ്ഞു? ഏത് കോടതി സൈറ്റിൽ ജാമ്യമില്ല വാറണ്ട് എന്ന് കാണിക്കുന്നുണ്ടോ? വെറുതെ ഫ്രോഡ് പറയില്ലേ? വിളിച്ച കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് രാവിലെ ഈ സാധനം എടുത്തുകൊണ്ട് ഇറങ്ങരുത്. സത്യം വേണം. ലൈഫിൽ ഒരിക്കലെങ്കിലും സത്യം പറയണം. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചിട്ട് ഭക്ഷണം ഒരു രേഖയിലും ജാമ്യമില്ല വാറണ്ട് ഇല്ല. നിങ്ങൾ അത് എടുത്തു വെക്കുക. വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാ. ജാമ്യമില്ല പ്രൊഡക്ഷൻ വാറണ്ട് ഉണ്ട്. പ്രൊഡക്ഷൻ വാറണ്ട് മാത്രം, ജാമ്യമില്ല വാറണ്ട് ഇല്ല. നോ, നിങ്ങൾ എടുത്തോ. വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് പറ്റോ? തന്റെ ഇടം ഉണ്ടോ? തെളിയിക്കാൻ. ഇല്ലെങ്കിൽ ഈ പണി നിർത്തോ. നിർത്തും. ജാമ്യമില്ല വാറണ്ട് ഈ പണി നിർത്തോ? ഉറപ്പാണോ? ഓക്കെ, തെളിയിക്കും. ശരി, തെളിയിക്കും. ജാമ്യമില്ല വാറണ്ടിൽ ഈ പണി ഇന്ന് നിർത്തണം. അതാണുങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എത്ര സമയം വേണം? ആ സമയം കഴിയുമ്പോൾ നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ. ഞാൻ നിങ്ങൾക്ക് ലൈവ് തരും. ഡയറക്റ്റ് ലൈവ് വരും. ജാമ്യമില്ലാത്ത വാറണ്ട് നിങ്ങൾ കാണിച്ചാൽ ഈ പണി നിർത്തണം. ഇല്ലെങ്കിൽ ഈ ഇജാതി കള്ളത്തരം പറയാൻ നിൽക്കരുത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെ കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. എന്താണ് പ്രൊഡക്ഷൻ വാറണ്ട്, എന്താണ് നോൺ ബെയിലബിൾ വാറണ്ട് എന്നതിനെ സംബന്ധിച്ച് അരിയും പയറും തിരിച്ചറിയാത്ത ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനലിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള വാറണ്ട് എന്ന് കൊടുത്തു. ഇന്ന് അത് തെളിയിക്കാനായി പരസ്യമായി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ വ്യക്തിയെ അതിനുശേഷം എങ്ങും കാണുന്നില്ല. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ എടുത്ത് പരിശോധിക്കുമ്പോൾ വെല്ലുവിളി ഏറ്റെടുത്തവർ, കാര്യം ഏഷ്യാനെറ്റിന്റെ മൈക്കും പിടിച്ച് വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏഷ്യാനെറ്റ് ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്നതാണ് അർത്ഥം. ആ വെല്ലുവിളി തെളിയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തെളിയിക്കുമെന്ന് പറഞ്ഞു പോയവർ അതിനെക്കുറിച്ച് ഇപ്പോ മിണ്ടുന്നില്ല. വ്യക്തികളെ സമൂഹത്തിന്റെ മുന്നിൽ വാർത്ത എന്ന പേരിൽ വ്യാജത്തരം കൊടുത്ത് അധിക്ഷേപിക്കുന്ന പ്രവർത്തനത്തെ പരസ്യമായി വെല്ലുവിളി നടത്തിയത് നല്ല ചങ്കൂറ്റമുള്ള നടപടിയായിരുന്നു. അത് തെളിയിക്കാമെന്ന് തിരിച്ചു പറഞ്ഞതും ഹീറോയിസമാണ്. പക്ഷേ ഇതുവരെ തെളിയിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ആ പണി വലിച്ചെറിയുന്നതാണ് അന്തസ്. അല്ലാതെ ഇനി ഇതും തൂക്കിക്കൊണ്ട് നാട്ടുകാരെ മുന്നിൽ ചെല്ലുമ്പോൾ വ്യാജ വാർത്തയും കൊടുത്തിട്ട് അതിനെ ക്രോസ് ചെക്ക് ചെയ്ത് തെളിയിക്കാൻ പറയുമ്പോൾ ഏറ്റെടുത്ത് മുങ്ങിയതിന് ശേഷം പിന്നെ പൊങ്ങുന്നത് ഒരുതരം ഊളത്തരമെന്ന് മാത്രമേ പറയാനുള്ളൂ. ആ രീതിയിൽ റോജി അഗസ്റ്റിൻ വളരെ കൃത്യമായി കോടതിയിൽ ഹാജരായതിനു ശേഷം പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾക്കെതിരെ പുറപ്പെടുവിച്ചത് ഹാജരാകാൻ വേണ്ടിയുള്ള പ്രൊഡക്ഷൻ വാറണ്ടാണ്. പ്രൊഡക്ഷൻ വാറണ്ട് പ്രകാരം ഒരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ട കാര്യമില്ല. നോൺ ബെയിലബിൾ വാറണ്ട് ആണെങ്കിലാണ് അതിൽ ഉൾപ്പെടുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അങ്ങനത്തെ വാറണ്ട് അല്ലാത്തതിനെ ആ രീതിയിലുള്ള വാറണ്ടാണെന്ന് പ്രചരിപ്പിച്ചവർ അത് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ തെളിയിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് ആ വഴിക്ക് പോകുന്ന ആ ഊളത്തരം ഉണ്ടല്ലോ, അതാണ് ഏഷ്യാനെറ്റ് എന്ന് തെളിയിക്കുകയാണ്. ഒരു വ്യക്തിയല്ല അത് കാണുന്നത്. ഏഷ്യാനെറ്റ് ഇന്നലകളിൽ കൊടുത്ത വാർത്തകളിൽ ആ വാർത്ത തെളിയിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ബാധ്യത ഏഷ്യാനെറ്റിനാണുള്ളത്. അതിന്റെ പ്രതീകമായിട്ട് മൈക്കും കൊണ്ട് ചെന്നവൻ ആ കാര്യം ചെയ്തില്ലെങ്കിൽ ഏഷ്യാനെറ്റ് എങ്ങനെയൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ടാർഗറ്റ് ചെയ്ത് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാധ്യമ മേഖലയിൽ നിൽക്കുന്ന തങ്ങളുടെ റേറ്റിംഗ് ഇടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സ്ഥാപനത്തെ വ്യാജ വാർത്തകളിലൂടെ തകർത്ത് കളയാമെന്നുള്ള ഒരു രീതി അങ്ങനെ പൊളിഞ്ഞു പാളീസായ കാഴ്ചയാണ് ഇന്ന് കണ്ടത്.